മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ആടുജീവിതം എന്ന സിനിമ ഉണ്ടാകുമായിരുന്നില്ല. പ്രേക്ഷകരോട് മനസ്സ് തുറന്നിരിക്കുകയാണ് സംവിധായകൻ ബ്ലസ്സി. ഈ കൊല്ലം തിയേറ്ററുകളിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും മികച്ചവയുടെ പട്ടികയിൽ മുന്നിലുള്ള ചിത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം. പൃഥ്വിരാജ് എന്ന നടന്റെ എക്കാലത്തെയും ഗംഭീര പ്രകടനമായി വിലയിരുത്തപ്പെടുന്ന ചിത്രം ഈ കഴിഞ്ഞുപോയ മാർച്ച് 28-നാണ് തിയേറ്ററുകളിലെത്തിയത്. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 160 കോടിയിലേറെ സിനിമ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ആടുജീവിതം എന്ന സിനിമ സംഭവിക്കില്ലായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തലുമായി ഇപ്പോൾ സംവിധായകൻ ബ്ലസ്സി പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി ഉണ്ടായില്ലെങ്കിൽ ആടുജീവിതം എന്ന സിനിമ ഉണ്ടാകില്ലെന്നു പറയാനുള്ള പ്രധാന കാരണം, ആടുജീവിതം എന്ന സിനിമ എനിക്ക് എഴുതാൻ പറ്റണമല്ലോ, ഭ്രമരവും തന്മാത്രയും എഴുതാൻ കഴിയണമല്ലോ. തന്റെ ആദ്യ ചിത്രമായ കാഴ്ച എഴുതാൻ മമ്മൂട്ടി തന്ന ധൈര്യമാണ് പിന്നീടുള്ള സിനിമകളിലെല്ലാം, അതായത് ഭ്രമരവും തന്മാത്രയും എഴുതാനുള്ള പ്രചോദനമായതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിനക്ക് ഇത് എഴുതാൻ പറ്റുമെന്ന് ഒരു വലിയ സ്റ്റാർ പറയുകയും അതിനായി അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റും തരികയും അത് തനിക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയതെന്നാണ് ബ്ലസ്സി പറയുന്നത്. കാഴ്ച എന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് 5 ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ എഴുതിയത്. അത് വായിക്കാതെ തന്നെ മമ്മൂക്ക ബാക്കി എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യത്തെ 2-3 സീൻ വായിച്ചപ്പോൾ തന്നെ പുള്ളി ഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഹാപ്പി മൈൻഡ് എന്റെ മനസ്സിൽ വലിയൊരു ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ മമ്മൂക്കയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് മലയാളത്തിൽ ടോപ്പിൽ നിൽക്കുന്ന സംവിധായകരുടെ ആദ്യ ചിത്രത്തിലെ നായകൻ അത് മമ്മൂക്ക തന്നെയായിരുന്നുവെന്ന് പല വേളയിൽ കാലം തെളിയിച്ചതാണ്. മമ്മൂക്ക എന്ന നടൻ ഇന്നും പുതുമുഖ സംവിധായകർക്ക് വഴികാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.